സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ദീനകാരുണ്യ പ്രവർത്തനം പലപ്പോഴും വരേണ്യവർഗത്തിന്റെ ഒരു ആഡംബര പ്രദർശനമായാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നു പോരുന്നത്. രോഗം, വാർദ്ധക്യം, മാനസിക ശാരീരിക അവശതകൾ, പട്ടിണി തുടങ്ങി സഹജീവി അനുഭവിക്കുന്ന ദുരിതങ്ങളെ അയാളുടെ തന്നെ തിരുത്താനാവാത്ത വിധിവിഹിതമായി ന്യായീകരിക്കുകയും വല്ലപ്പോഴും എറിഞ്ഞുകൊടുക്കുന്ന ഭിക്ഷയെ നമ്മുടെ ധർമ്മോദാരതയായി ആഘോഷിക്കപ്പെടുകയുമാണ് നിലവിൽ സാമൂഹ്യ യുക്തി. ഈ സാമാന്യ ധാരണകളെ നിരാസ്പദമാക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഹൗസിംഗ് ബോർഡ് കോളനിയിലെ B18/79 നമ്പർ വീട്ടിൽ താമസിക്കുന്ന ബാലചന്ദ്രൻ, അനില കുടുംബം. മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സയ്ക്കെത്തുന്ന നിസ്വരും നിരാലംബരുമായ നൂറുകണക്കിന് രോഗികൾക്ക് ഇവർ ആഹാരവും വസ്ത്രവും പണവും ശുശ്രൂഷയും നൽകുന്നു. ഏതെങ്കിലും അന്താരാഷ്ട്ര ക്ലബിന്റെയോ മതസംഘടനയുടെയോ പിൻബലമില്ലാതെ തന്നെ. ഈ ദമ്പതികളുടെ സ്വാർത്ഥരഹിതമായ സേവന സന്നദ്ധതയുടെ ആഴം കണ്ടറിഞ്ഞ സ്നേഹിതരുടെ സഹായത്തോടെ ദീനർ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഇവരുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നു. തെരുവിൽ അലയുന്ന ഊരും പേരുമില്ലാത്ത വ്യത്യസ്ത നാട്ടുകാരും ഭാഷക്കാരുമായ മനോരോഗികളെ കൂട്ടിക്കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് ചികിത്സ നൽകി രോഗവിമുക്തി നേടിയാൽ ബന്ധുക്കളെ കണ്ടെത്താൻ സഹായിക്കുന്ന അസദൃശ്യമായ പ്രവർത്തനവും ഇവർ നടത്തുന്നുണ്ട്. സ്വന്തം വീടിനോട് ചേർന്ന് ഒരു വാടക വീട്ടിലാണ് ചിത്തരോഗികളെ പാർപ്പിച്ചിരിക്കുന്നത്. വേറിട്ട കാഴ്ചയുടെ ഈ അധ്യായം അനിലയുടെയും ബാലചന്ദ്രന്റെയും സഹചരോടുള്ള സ്നേഹകാരുണ്യത്തിന്റെ വെളിച്ചത്തിലേക്കാണ് കൺമിഴിക്കുന്നത്. പഠിക്കേ അമർത്തയോ പഠിക്കേ ഞങ്ങളിവനെ ആദ്യം കാണുമ്പോൾ 12 വർഷം മുമ്പ് എൻ്റെ മോനെ രണ്ടാമത്തെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഞാൻ കാണുന്നത്. അപ്പം മെഡിക്കോളിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ PMRൻ്റെ വെയിറ്റ് ഷെഡിലിൻ്റെ ഒരു ഇടയുണ്ട്. ഈ ഇടയിലാണ് ഇവൻ കിടക്കുക. ഈ വിഷമൊന്നുമല്ല, മുടിയും താടിയൊക്കെ നീട്ടി അവന് ഈ വേസ്റ്റ് ഞങ്ങൾ ആദ്യത്തെ ഒരു ദിവസം കാണുമെന്ന് പറഞ്ഞാൽ മിൽമായുടെ വേസ്റ്റ് പാത്രമുണ്ടല്ലോ, അവിടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്താണ് ചായ. ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്ത് ചായ കുറേശ്ശെ വിട്ടുന്നതായിട്ട് ഞങ്ങൾ കാണും. അപ്പം അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞങ്ങളതിന് ചായയും പഴംപൊരിയും മേടിച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇവനെ ഹെൽപ്പ് ചെയ്യും, ഭക്ഷണമൊക്കെ കൊടുക്കും, ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ എന്നാലും കൊടുത്താലും ഇവനിങ്ങനെ ഓടയ്ക്കകത്ത് ഇങ്ങനെ ഇടുങ്ങിയ ഓടയിലാണല്ലോ കിടക്കുക. പിറ്റേ ദിവസമൊക്കെ ആണ് ഭയങ്കര സങ്കടം വരും. ഞാനിങ്ങനെ ഇവനെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സമയം ഞാൻ പറയാം, അന്ന് എൻ്റെ രണ്ടാമത്തെ മണി ഞാൻ പ്രഗ്നൻ്റാണ്, ചേച്ചിക്കൊരു വീടുണ്ടാകുന്ന കാലത്ത് നിന്നെ ഞാൻ കൊണ്ടുപോകും. അത് നടക്കുമായിട്ടൊന്നും പറഞ്ഞാൽ മനസ്സിലിങ്ങനെ ഒരാഗ്രഹം വന്നതാണ്. പക്ഷെ ഇങ്ങനെ കിടക്കുന്ന നല്ലൊരു സ്മാർട്ടായ കുട്ടിയല്ലേ. അന്ന് തൊട്ട് എൻ്റെ ഒരു എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ ഇവന് വേണ്ടി ചെയ്യുന്നത്. നൂറുകണക്കിന് ദരിദ്രരും പിന്നോക്കക്കാരുമായ രോഗികളാണ് ദിനേന മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, വയനാട്ടിൽ നിന്നൊക്കെ എത്തുന്ന ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പലപ്പോഴും ഏറ്റവും കുറഞ്ഞ മാനുഷിക പരിഗണന പോലും ലഭിക്കാറില്ല. അവർക്കൊരു ചെറുവിരൽ സഹായം പോലും വലിയ ആശ്വാസമാണ്. ഈ വിഭാഗം രോഗികളെ കണ്ടെത്തി സഹായിക്കുക അനിലയുടെ പ്രഥമ പരിഗണനയാണ്. പാവങ്ങളുടെ വേദന മനസ്സിലാക്കാൻ പാവങ്ങൾക്കേ ആവൂ എന്ന് അവർ സ്വാനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുണ്ട്. പ്രണയിനിയും പിന്നീട് സഹധർമ്മിണിയുമായ അനിലയുടെ മനസ്സിലൂടെയാണ് ബാലചന്ദ്രൻ സേവനത്തിന്റെ വഴിയിൽ എത്തിച്ചേരുന്നത്. ആദ്യം ജോലി കിട്ടിയ ഇവിടെ? ആദ്യം PSC ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടിയത്. ഇവിടെ എന്തായിട്ടാ ജോലി മെഡിക്കൽ കോളേജിൽ? മെഡിക്കൽ കോളേജിൽ വാട്ടർ സപ്ലൈ സെക്ഷൻ പ്ലംബറാണ്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്, പ്ലംബറാണ്. ഈ ഒരു സേവന രംഗത്തേക്കൊക്കെ വരാൻ കാരണം? പിന്നീട് സേവന രംഗത്തേക്ക് വരാൻ കാരണം ഈ പാവങ്ങളോടും അതുപോലുള്ള ആൾക്കാരോടും ഇവർക്ക് ഭയങ്കര താല്പര്യവും കാരുണ്യവും ഇവർക്കുടെ പ്രവർത്തനവും. അപ്പോൾ അങ്ങനെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു അല്ലേ?
ചേച്ചി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റൽ വാർഡിലൂടെ നടക്കുമ്പം ഇങ്ങനെയുള്ള പാവപ്പെട്ട ആൾക്കാരെ കൂടുതൽ എല്ലാ വാർഡിലും എനിക്ക് വർക്കുണ്ടാവും, എല്ലാ വാർഡുകളിലും, പ്രത്യേക വാർഡല്ലാതെ. അപ്പോൾ ഇങ്ങനെ വാർഡുകളിലൂടെ പോകുമ്പം ഇങ്ങനെ സാധാരണക്കാർക്കും അതിൽ ബുദ്ധിമുട്ടുള്ളവരെ പലരും ഇങ്ങനെ കാണാൻ ഇടയാകാറുണ്ട്. ഇവരുടെ പ്രവർത്തനം കണ്ടപ്പം അതിന് കൂടുതൽ ആക്കം കൂടും ഓരോ ദിവസവും ഓരോ പ്രവർത്തനങ്ങളിലും. കല്യാണത്തിന് മുന്നേ ചേച്ചിക്ക് ഇങ്ങനെ സോഷ്യൽ വർക്കുകളിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? സോഷ്യൽ വർക്ക് ഇങ്ങനത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ മെഡിക്കൽ കോളേജ് ഞാനൊരു രോഗിയായിരുന്നു. ഞാനൊരു രോഗിയായിരുന്നു, പോളിയാർത്രൈറ്റിസ് പേഷ്യൻ്റാണ്. എനിക്ക് 17-18 വയസ്സ് ഞാനിങ്ങനെ ആശുപത്രി കിടക്കുമ്പോഴേക്ക് ഈ അമ്മൂമ്മമാർ വാടി കിടക്കുമ്പോൾ ഇവർക്കാണ് ഞാൻ ചോറ് ആദ്യം കൊടുക്കുന്നത്. ഇവരും പിന്നെ മാനസരോഗികൾക്ക് കൊടുക്കുന്നത് വെള്ളം കോരാൻ പോകുന്ന ആ റോട്ടിൽ കൂടി ഒരു മാനസരോഗി ഒരു 28 വയസ്സായിരുന്നു വരും, അതിനെ വിളിച്ചാൽ ചോറ് കൊടുക്കുക. അങ്ങനെയാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഇങ്ങനെ ഈ മാനസിക രോഗികളെ ഇങ്ങനെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ തുടങ്ങിയത്? മാനസരോഗികളെ സംരക്ഷിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഇവൻ്റെ ആ സംഭവം ഉണ്ടല്ലോ, ഇവനെ വഴി കണ്ടില്ലേ. അപ്പോൾ ആ ഒരു സ്നേഹമാണ് മാനസരോഗികളെ ഇത് തുടങ്ങിയപ്പോഴേ മാനസരോഗിയെ കൊണ്ടുവരാനുള്ള പ്രവണത. ഇപ്പൊ എത്ര പേരുണ്ട് ഇവിടെ? 6 പേര്. ആരെങ്കിലും നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് അവര് ബന്ധുക്കളെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകും? അങ്ങനെ അതാരായിരുന്നു? ഒന്ന് രാമേട്ടൻ, ജോയി ആ പാളയ സ്റ്റാൻഡിലിരുന്നു, അവൻ എറണാകുളത്തേക്ക് പോയി. ജോയി എന്ന് പറയുന്ന വ്യക്തി, അവന് ആണെങ്കിൽ അവിടെ നിന്ന് ഒരു മനുഷ്യൻ പിടിക്കാൻ പോലും പേടിയായിരുന്നു. ആ വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവന് അതായത് ഭയങ്കര വെയിറ്റ് ഷെഡിലിരിക്കുന്ന കണ്ടാൽ, പാളയ സ്റ്റാൻഡിൽ ഇരിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ കൈ തൊടുകയില്ല, എല്ലാവർക്കും പേടിയായി. ഇത്രയും വലിയൊരു ചെറുപ്പക്കാരനാണ്. പക്ഷെ ഇവനോട് വന്നൊരു കുഞ്ഞാട് പോലെ എനിക്കൊരു അതിശയമായത്, ഇത് നമ്മളോട് ഭയങ്കര സ്നേഹം. അത് ഒരു ദിവസം ഞാൻ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എന്നെ ഞാൻ മുറ്റത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഓടി ഇവർ കുഞ്ഞു പിള്ളമക്കൾ, എനിക്ക് മറക്കാൻ എൻ്റെ മക്കളെക്കാളും ഇവർക്കെന്നോട് സ്നേഹമാണെന്ന് മനസ്സിലായത്. നമ്മളോർക്കും വഴിയുന്നവരെ പിടിക്കുമ്പോൾ അവർ വലിയ ക്രൂവൽറ്റിയുള്ള മനുഷ്യരാണ്. കാണാൻ പലരും കൂടിയാണ് പിടിച്ചു കൊണ്ടുവരുന്നത്. വലിയ ഭീകരതാവസ്ഥയിലുള്ള ആൾക്കാരെ നമ്മളിവിടെ കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ആ ദയനീയാവസ്ഥ, അവരുടെ തലയിലെ പേന് തന്നെ, തല്ലൊക്കെ പുഴുവൊക്കെ അരിച്ചായിരിക്കും, വ്രണം, പുഴു ഇതൊക്കെ അരിച്ചവരായിരിക്കും. ആ അരിച്ചവരെ അതൊക്കെ മുടിയൊക്കെ മുറിച്ച് താടിയൊക്കെ പിടിച്ച് കുളിപ്പിച്ചെടുത്ത് കഴിയുമ്പം അവരുടെ ഒരു ചിരിയുണ്ട്. ഭക്ഷണം വരെ ആർത്തി വരെ കഴിച്ചിട്ട് നമ്മളെ മുഖത്തേക്ക് നോക്കുന്നത് വളരെ നന്ദിയോട് കൂടി. അവർക്ക് അന്നേരമൊന്നും മിണ്ടൂല്ലെങ്കിൽ അത് ഒരിക്കലും എനിക്ക് മറക്കാം. കാരണം അതുകൊണ്ടാണ് വഴിയിൽ ഒരു മാനസരോഗിയും പിടിക്കുന്നതിന് എനിക്ക് ഭയമില്ല. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ മെഡിക്കൽ കോളേജ് ബന്ധപ്പെട്ട് ചെയ്യുന്നത്? മെഡിക്കൽ കോളേജ് ചെയ്യുന്നത് ആദിവാസികൾ, SC/ST ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഞങ്ങൾ ചെയ്യുക. കാരണം അവർക്കാണ് വസ്ത്രം, പായ, വിരി, പ്ലേറ്റ് ഒന്നും ഇല്ലാതെ വരുന്നത്. അപ്പോൾ ചോറ് കൊടുക്കുന്ന രാവിലെ ഇപ്പം ഞാൻ 10:30 ഞാൻ പപ്പയോടൊപ്പം പോകും. എല്ലാ വാർഡിലും കയറി സിസ്റ്റർമാരുടെ കണ്ണ് പെട്ടാത്തുണ്ടെങ്കിൽ ഞാൻ അവരെ കണ്ട് മുടി മുറിക്കേണ്ടതാണ് മുടി മുറിക്കും, വസ്ത്രം കൊടുക്കും, വിരി, പ്ലേറ്റ് അവർക്ക് വേണ്ടുന്നൊക്കെ ചെയ്യും. അന്നേരം വിശന്നെടുക്കണ ചായയും കാപ്പിയും മേടിച്ച് കൊടുക്കും. അവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ആദ്യമൊക്കെ എനിക്കിത് തുടങ്ങിയപ്പം വഴിയിൽ നിന്നൊക്കെയായിരുന്നു എയ്ഡ്സ് രോഗികളെ കിട്ടുക. വഴിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൻ്റെ ജംഗ്ഷനിലൊക്കെ ഒരു ചെറുപ്പക്കാരൻ കിടക്കും, വണ്ടിക്കാർ വിളിച്ച് പറയും. ഞാൻ ചെല്ലും, പോലീസിനെ കൂട്ടി നമ്മളതിനെ കൊണ്ടുവരും, കാഷ്വാലിറ്റി കൊണ്ടുവരും. കൊണ്ടുവന്ന് 2 ദിവസം കഴിയുമ്പോൾ ഇത് മരിക്കുക, എയ്ഡ്സ് രോഗമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എയ്ഡ്സ് രോഗി ആദ്യം കൈവെക്കുന്നത്, വഴിയിൽ നിന്ന് പൊട്ടിയ എയ്ഡ്സ് രോഗികളെയാണ്. അത് കഴിഞ്ഞപ്പോൾ വാർഡിൽ ഇപ്പോൾ എയ്ഡ്സ് രോഗികൾ വന്നാൽ എന്നെ അറിയിക്കും. ഞാനവിടെ മുടി മുറിച്ച് കൊടുക്കും, ഡ്രസ്സ് കൊടുക്കും, അവർക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ ഞാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കയ്യിൽ കൊടുക്കും. ഒരു കടം വീട്ടൽ പോലെയാണ് അനില ബാലചന്ദ്രന്മാർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കുള്ള ഭക്ഷണ വിതരണം ആരംഭിക്കുന്നത്. 2 മാസക്കാലത്തേക്കെന്നേ തുടങ്ങുമ്പോൾ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആരുടെയോ പ്രാർത്ഥനാ ഫലം പോലെ പല കൈകളുടെ അനുഗ്രഹം കൊണ്ട് അത് തുടർന്നേ പോയി. കോളേജിലെ ഡോക്ടർ, നഴ്സ് സമൂഹം അനിലയ്ക്കും ബാലചന്ദ്രനും കലവറയില്ലാത്ത പിന്തുണ നൽകുന്നു. കോഴിക്കോട്